ഇതൊരു 3 വർഷം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണേ. ഇപ്പം ഞാൻ ഈ ഗാലറി ഇങ്ങനെ നോക്കിയപ്പോൾ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ വീഡിയോ. ഞാൻ വിചാരിച്ചത് ഞാൻ ഇതിലും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ് ഈ വീഡിയോ. ഇത് നമ്മൾ മുന്നേ ഒരു 3 വർഷം മുന്നേ നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു ബാലി. അപ്പോൾ അന്ന് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന റിസോർട്ടാണിത്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടാണ്. ചുറ്റിലും പാടാണ്, പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. നമുക്ക് കിട്ടിയ റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എൻഡിലുള്ള റൂമാണ്. ബാക്കിയുള്ള റൂമിൽ നിന്ന് കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമുക്ക് 2 ഏരിയയും ഓപ്പണാണ്. ഫുൾ നമുക്ക് പാടത്തിൻ്റെ വ്യൂ നല്ല കിട്ടും. നല്ല തണുപ്പാണ്, പാടായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ഈ റിസോർട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു. പക്ഷേ ഈ 3 വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടിയ പോലെ തോന്നുക. കാരണം എന്താ അറിയില്ല, ഇതിപ്പോൾ കഴിഞ്ഞു പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഭംഗിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ. നമ്മളെ പ്രൈവറ്റ് പൂളിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. പൂളിനോട് ചേർന്നിട്ടൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇനി അങ്ങനെ ആലോചിക്കുക, ഒരു പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. പണ്ട് നമ്മൾ കേരളം ഇതുപോലെ ഫുള്ളും പച്ചരിയും നെൽപ്പാടങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞെടുക്കുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതുപോലെ ഒരു പാടം, അതിൻ്റെ അടുത്തൊരു വീട് അല്ലേ, എന്തൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഒന്നും കാണാനില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആക്റ്റീവായി നിൽക്കുന്ന അഗ്നിപർവ്വതം. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും കേട്ടോ. ഇത് പ്രത്യേകം തന്നെ നമുക്ക് ഗൈഡ് കാണിച്ചു തന്നു കേട്ടോ, നേരിട്ട് പോയിട്ട്. പിന്നെ ഇപ്പം എന്താ, ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഭംഗി. പിന്നെ ഇത് ഓപ്പണായിട്ടൊരു ഷവറിങ് ഏരിയ ഉണ്ട്. പിന്നെ പൂള് കണ്ടില്ലേ, പൂളിലൊന്നും നമ്മൾ അന്ന് ഇറങ്ങിയില്ല, കാരണം ഭയങ്കര തണുപ്പാണ്. വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു അന്ന്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ടത്. ഇറങ്ങി കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് പൊക്കിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ്. അപ്പോൾ പിന്നെ ഞങ്ങളാരും ഇറങ്ങിയില്ല. പിന്നുള്ളത് ഇതാ ഒരു വാഷ്റൂം ഏരിയ, ബാത്റൂമും ടോയ്ലറ്റും ഇവിടെ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയിലാണ്, എനിക്കല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ നിന്നും നല്ല വ്യൂ ആണ് പുറത്തേക്ക്. നമുക്ക് കാഴ്ച കണ്ടുകൊണ്ട് കുളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വലിയൊരു ഓപ്പൺ വിൻഡോ ഇവിടെ വെച്ചിട്ടുണ്ട് വിത്ത് കർട്ടൻ. അന്ന് ഈ വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ട് ഇപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി. ഇത്രയൊന്നും അല്ല കേട്ടോ ഉള്ളത്.